കോട്ടയത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള രാജി തുടരുന്നത് കോൺഗ്രസിലല്ല, മറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലാണ്. സജി മഞ്ഞക്കടമ്പിലിന് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ രാജി തുടരുകയാണ്. പാലായിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നം ആണ് ഇപ്പോൾ രാജിവെച്ചത്. സജിക്കൊപ്പം പാർട്ടിയിലെത്തിയ നേതാവാണ് പ്രസാദ്. മാണി ഗ്രൂപ്പിൽ നിന്ന് പോയവർക്ക് മടങ്ങി വരേണ്ടി വരുമെന്നും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ പേർ രാജിവെക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ശക്തി പ്രാപിക്കും. ഇന്ന് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി. ഞങ്ങൾക്കൊരു കാര്യമേ ഉള്ളൂ, കേരള പൊതുസമൂഹത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടമാകരുത്. ഒരു വലിയ ജനവിഭാഗം ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളെ കരുതുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചവരൊക്കെ മടങ്ങി വരുന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ മാത്രമല്ല, കേരളമെമ്പാടും കാണാം. ഒന്നോ രണ്ടോ പേരല്ല, ആയിരക്കണക്കിന് അറിയപ്പെടുന്നവരുടെ പേരുകൾ മാത്രം നമ്മൾ മീഡിയയിലൂടെ കാണുന്നു. അറിയപ്പെടാത്ത ആയിരങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. എക്കാലത്തും അത്തരം കാര്യങ്ങളെ നല്ല നിലയിൽ കണ്ടിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതും അതിനേക്കാൾ ഉപരിയായി ഒറ്റ ഘട്ടമായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളതുമായ ചരിത്രമാണ് കേരള കോൺഗ്രസിനുള്ളത്. അതേസമയം മുൻ മന്ത്രി കെ എം മാണിയുടെ 5ാം ചരമവാർഷിക ദിനമായി ഇന്ന് കെ എം മാണിയുടെ കല്ലറയിൽ കുടുംബാംഗങ്ങളും കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളും പ്രാർത്ഥന നടത്തി. പാലായിൽ എത്തുന്ന PJ ജോസഫ് സജി മഞ്ഞക്കടമ്പിലുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമം നടത്തിയേക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, കെ എം മാണിയുടെ ഓർമ്മ ദിനം ആണ് ഇന്ന്. ഇതേ ദിവസം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു രാജി ഉണ്ടാകുന്നു. ഈ സജി മഞ്ഞക്കടമ്പിലുമായി ചേർന്ന് നിൽക്കുന്ന ആളാണല്ലോ പ്രസാദ്. അങ്ങനെ ഒരു രാജിയായി ഇതിനെ കണ്ടാൽ മതിയോ? അതിനപ്പുറത്ത് റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഇനിയും നിരവധി പേർ ജോസഫ് ഗ്രൂപ്പ് വിടേണ്ടി വരും. അങ്ങനെയാണോ സാഹചര്യം? നിലവിൽ എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കരുതാൻ വയ്യ അഭിലാഷ്. നിലവിൽ എന്തായാലും സജി രാജിവെക്കുന്നു. സജിക്കൊപ്പം എപ്പോഴും സന്തത സഹചാരിയെ പോലെ എപ്പോഴും ഉള്ള ആളാണ് പ്രസാദ് ഉരുളിക്കുന്നം. ഒരുപക്ഷെ അത്തരത്തിൽ മറ്റു ചില നേതാക്കൾ കൂടിയുണ്ട്. അവരും ഇനി വരും ദിവസങ്ങളിൽ രാജിവെക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും മോൻസ് ജോസഫിന്റെ ഏകാധിപത്യ പ്രവണതയാണ് പ്രസാദ് ഉരുളിക്കുന്നവും ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കാര്യം അതിലും വ്യക്തമായി വരുന്നത്, ഈ കേരള കോൺഗ്രസ് എമ്മിലേക്കായിരിക്കും സജി വരിക എന്ന സൂചന തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാക്കുകളിൽ ഉള്ളത്. ഇനിയും, അതായത് പോയവർക്കെല്ലാവർക്കും മടങ്ങി വരേണ്ടി വരും, ഇനിയും കൂടുതൽ രാജി ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് സജിയെ ഫലത്തിൽ സ്വാഗതം ചെയ്യുന്നു, സജി ഇവിടേക്ക് തന്നെ വരുന്നു എന്ന സൂചന കൂടി നൽകുകയാണ്. എന്തായാലും സ്മൃതി ദിനവുമായി ബന്ധപ്പെട്ട് രാവിലെ കല്ലറയിലെത്തി കേരള കോൺഗ്രസ് നേതാക്കൾ, മന്ത്രി ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഉൾപ്പെടെ മറ്റ് MLA-മാരും നേതാക്കളും എല്ലാം എത്തിയിരുന്നു. വൈകാതെ PJ ജോസഫ് ഉൾപ്പെടെ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും സജി മഞ്ഞക്കടമ്പിൽ എത്തുക. സജിക്കൊപ്പം പ്രസാദും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രസാദ് തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു രാജി തുടരുന്നത് UDF-ൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് UDF-നെ അല്പം വെട്ടിലാക്കുന്നത്. എന്തായാലും ഇതിന് തിരിച്ചടി നൽകാനുള്ള നീക്കങ്ങളും ജോസഫ് ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അത്തരം ആലോചനകളിലാണ് ജോസഫ് ഗ്രൂപ്പും ഉള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്.